അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, അള്ളാഹു നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സോഷ്യൽ മീഡിയ ഷെയറിംഗ്, ചില തിരുത്തലുകൾ അനിവാര്യം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. അതിനകത്ത് വ്യത്യസ്തങ്ങളായ സോഷ്യൽ മീഡിയകളുടെ ആപ്പുകളും കാണാൻ കഴിയും. അതിൽ നിന്ന് ഒട്ടുമിക്ക ജനങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് ആപ്പുകളാണ്, ഒന്ന് ഫേസ്ബുക്ക്, മറ്റൊന്ന് വാട്സപ്പ്. അതിന് സമാനമായ മറ്റ് പലതുമുണ്ട്, ടെലഗ്രാം പോലെ, അങ്ങനെ പലതുമുണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും ഈ സോഷ്യൽ മീഡിയകൾ വഴി നമ്മൾ പല കാര്യങ്ങളും പലരുമായും ഷെയർ ചെയ്യാറുണ്ട്. വിദൂരങ്ങളിൽ നിൽക്കുന്ന പലരുമായും നമുക്ക് ദിനം സംവദിക്കാൻ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ടെക്നോളജി ആ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ലോകത്തിൻ്റെ ദൈർഘ്യം കുറച്ചതും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിൽക്കുന്നവരുമായി സംവദിക്കുവാനുള്ള, ആശയവിനിമയം നടത്തുവാനുള്ള ഒരു അവസരം നമുക്ക് അള്ളാഹു നൽകിയതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില അപകടങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പലപ്പോഴും സോഷ്യൽ മീഡിയ ഷെയറിംഗ് എന്ന് പറയുന്നത് വരിക, ഒരാൾക്ക് ലഭിക്കുക, അതെന്താണെന്ന് പോലും തനിക്ക് ലഭിച്ച ആ വിഷയം അല്ലെങ്കിൽ തനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ്, അതിപ്പോൾ റൈറ്റിംഗ് മെസ്സേജ് ആകാം, ചിലപ്പോൾ വീഡിയോ ആകാം, ചില വോയിസ് ആകാം, ചില പിക്ചറുകളാകാം. ഇത് എന്താണെന്ന് പോലും അതിൻ്റെ ഉള്ളടക്കം നല്ലതുപോലെ മനസ്സിലാക്കാതെ തനിക്ക് വേണ്ടപ്പെട്ടവരിലേക്ക്, അല്ലെങ്കിൽ താൻ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ താൻ അഡ്മിനായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക്, അല്ലെങ്കിൽ തനിക്ക് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിലേക്കൊക്കെ ഷെയർ ചെയ്ത്, ഷെയറിങ്ങിന് ഇങ്ങനെ വലിയ മനസ്സ് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാറുള്ളത്. ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്, സോഷ്യൽ മീഡിയ വഴി നമ്മളിലേക്ക് ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ളതല്ല. നമ്മളൊരു കാര്യം ഷെയർ ചെയ്തതിന് മുമ്പ് നമ്മൾ അറിയേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കാര്യം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ വഴി ഇപ്പം മരിക്കാത്ത എത്രയോ പേരെ മരിപ്പിച്ചിട്ടുണ്ട്. കലാപങ്ങളില്ലാത്ത എത്ര ഏരിയകളിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയോ നിരപരാധികളായ സ്ത്രീ പുരുഷന്മാരെ പീഡന കേസുകൾ അകപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്? എൻ്റെയും നിങ്ങളുടെയും ആപ്പുകളിലേക്ക്, മൊബൈലുകളിലേക്ക്, വാട്സപ്പ് മുഖാന്തരമോ മറ്റോ ഒക്കെ ഒരു മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ ആ മെസ്സേജ് ആദ്യം സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളതിനെ പരിശോധിക്കുക. രണ്ട്, ഈ മെസ്സേജ് ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ സത്യസന്ധമായ മെസ്സേജ് ആയാൽ പോലും ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഷെയറിംഗ് എന്ന് പറയുന്നത് ശക്തമായി നടക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടുന്നൊരു മെസ്സേജ്, ഒരു മരണ വാർത്ത അയക്കാം, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കിടയിൽ അറിയപ്പെടുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് മെസ്സേജ് എനിക്ക് വരും, നിങ്ങൾക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഷെയർ ചെയ്തതിന് ചിന്തിക്കണം, എനിക്ക് വന്നതുപോലെ തന്നെ ഞാൻ അയക്കുന്ന പലർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം ആ രൂപത്തിലാണ് ഈ മരണം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ അത്ര വേഗം പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യണമോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. ഇത് നമ്മൾ പലരുടെയും വീഡിയോ പ്രൊഫൈൽ നോക്കുമ്പോൾ അനുവാദമില്ലാതെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യരുത്, ഇങ്ങനെ തുടങ്ങുന്ന പല മെസ്സേജുകളായിരിക്കും അവർ അതിലിട്ടിരിക്കുന്നത്. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ആ ആളിനെ എങ്ങനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക? അത് ചെയ്യരുത് നമ്മൾ. അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ആ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം എന്താണോ ആ വിഷയം അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നമുക്കെന്ന് ബോധ്യപ്പെടണം.
2, അത് ഷെയർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പലവട്ടം ആലോചിക്കണം. 3, ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ആലോചിക്കണം. ഇനി ഷെയർ ചെയ്യേണ്ടത് തന്നെയാണെങ്കിലും ഇപ്പോൾ തന്നെ വേണമോ അതേ പിന്നീട് മതിയോ, ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ആലോചിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളിലേക്ക് വരുന്ന മെസ്സേജുകൾ അത് അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. ഒരിക്കലും ഗൗരവം കുറച്ച് കാണരുത്. അത് അതീവ ഗുരുതരമാണ്. അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മാധ്യമത്തിനെ ഒരുപാട് പേര് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന രൂപത്തിൽ, അള്ളാഹുവിൻ്റെ ദീൻ ഹറാമാക്കാത്ത കാര്യങ്ങൾ ഹറാമാക്കി എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഹറാമല്ല എന്ന രൂപത്തിൽ, ഇങ്ങനെയൊക്കെ നിരവധി സോഷ്യൽ മീഡിയ ഖാദിമാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി മതവിധികൾ പറയുന്ന ചില ആൾക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. വളരെ അപകടകരമാണത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത്തരത്തിൽ ചില ഹദീസുകളെന്ന് പറയപ്പെടുന്ന ചില മെസ്സേജുകളൊക്കെ നമുക്ക് വരാറുള്ളപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടിയവർ ഷെയർ ചെയ്തതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഇങ്ങനെ ഈ വിഷയം പറയാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് റമദാൻ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു മെസ്സേജ് വരുന്നു, ഏപ്രിൽ 13 റമദാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, ആരംഭിക്കുകയാണ്. ആരെങ്കിലും റമദാനിൻ്റെ ആദ്യ ദിവസം ഇന്ന ദിവസമാണ് എന്ന് ഒരാളെ അറിയിച്ചാൽ അവന് നരകം ഹറാമാകുന്നു എന്ന് എഴുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു എന്ന രൂപത്തിൽ ഹദീസായി കൊടുക്കാറുണ്ട്. പലപ്പോഴും എനിക്കിത് വരാറുണ്ട്, ഞാനത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് ശരിയല്ലല്ലോ, ഇതിനെപ്പറ്റി പഠിക്കണമല്ലോ. അങ്ങനെ ഹദീസുണ്ടോ? അങ്ങനെ സാധ്യമാകുന്ന രൂപത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ, ഹദീസ് വിശദീകരണ ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഹദീസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഹദീസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ ആർക്കും തിരുത്താം. അങ്ങനെ ഹദീസില്ല. അത് മൗലൂആണ്, അഥവാ നിർമ്മിത ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്നു. യഥാർത്ഥത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടേയില്ല. അപ്പോൾ പ്രവാചകൻ പറയാത്ത ഈ ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന പേരിൽ പ്രചരിപ്പിക്കുക വളരെ അപകടമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ പ്രവാചകൻ പറഞ്ഞു എന്നോ അള്ളാഹു പറഞ്ഞു എന്നോ അല്ലെങ്കിൽ മറ്റുമൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണമെന്നത് കാര്യം അതിന് അവലംബം കൊടുത്തിട്ടുണ്ടോ നോക്കണം. ഏത് ഹദീസ് ഗ്രന്ഥങ്ങളിലാണ് അത് പറഞ്ഞിരിക്കുന്നത്? ഹദീസ് ഗ്രന്ഥങ്ങൾ 6 ഒന്ന് സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ, 2 സ്വഹീഹ് മുസ്ലിം ഇമാം മുസ്ലിം റഹ്മഹുള്ളയുടെ, 3 ഇമാം തിർമിദി റഹ്മഹുള്ള സുനൻ തിർമിദി, 4 ഇമാം അബൂ ദാവൂദ് റഹ്മഹുള്ളയുടെ അബൂ ദാവൂദ്, 5 ഇമാം സുനൻ നസായി ഇമാം നസായി റഹ്മഹുള്ള സുനൻ നസായി, 6 ഇമാം ഇബ്നു മാജയുടെ ഇബ്നു മാജ. ഇങ്ങനെ 6 ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. പ്രധാനമായും സിഹാഹു സിത്ത എന്ന് പറയും 6 ഗ്രന്ഥങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഗ്രന്ഥത്തിൻ്റെ അവലംബം ബുഖാരിയുടെ ആണോ മുസ്ലിമിൻ്റെതാണോ തിർമിദിയുടെ ആണോ ഏതിൻ്റെ അവലംബം കൊടുത്ത് നോക്കണം. അപ്പോൾ അവലംബം നമ്മൾ നോക്കുമ്പോൾ ഒരല്പം ആശ്വസിക്കാൻ അവലംബം ഉണ്ടല്ലോ. 2 അവലംബം ഉണ്ടെങ്കിലും സാധാരണ ജനങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അതിന് ഉറപ്പുവരുത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അത് പണ്ഡിതന്മാരൊന്നും മറ്റും കേട്ടിട്ടില്ല എങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കാനൊന്ന് തയ്യാറാകണം, ഒന്ന് മനസ്സിലാക്കാൻ തരാം. പലരും ഈ ഹദീസുകൾ ഈ വിനീതിലേക്ക് ഷെയർ ചെയ്തിട്ട് യാഥാർത്ഥ്യമാണോ അതിനെപ്പറ്റി പഠിക്കാൻ അറിയാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഷെയർ ചെയ്തിരുന്നത്. അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. അതും കൂടെ കൊണ്ടാണ്, അതിനാൽ കൂടിയാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് നോക്കണം. 2 അതിൻ്റെ വിശദീകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക. പലപ്പോഴും ഇങ്ങനെ വരുന്നതിനൊന്നും തന്നെ പ്രവാചകൻ പറഞ്ഞ ഹദീസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് അവലംബമൊന്നും കൊടുക്കാറില്ല. ഇത് നിങ്ങൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത ആളിലും ഇങ്ങനെ കിട്ടിയതായേക്കാം. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ റമദാൻ ഇന്ന ദിവസമാകുന്നു എന്നുള്ളത് ആദ്യമായിട്ട് അറിയിച്ചാൽ ആ ആളിന് നരകമുണ്ട് എന്ന ഒരു ഹദീസ് കാണാൻ കഴിയില്ല. അത് നിർമ്മിച്ചു പറയുന്ന പ്രവാചകനെ കള്ളം പറയുന്ന കാര്യമാകുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് നഹ്ൽ 116 വലാ തഖൂലു ലിമ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. വിശുദ്ധമായ ഖുർആൻ. അതായത് നിങ്ങൾ മുശ്രിക്കീങ്ങൾ അവരുടെ നാവ് കൊണ്ട് ഒരു പ്രമാണത്തിൻ്റെയും പിൻബലമില്ലാതെ, വഹയിൻ്റെ ഒന്നിൻ്റെയും പിൻബലമില്ലാതെ
പല കാര്യങ്ങളും ഹലാലാണ് ഹറാമാണെന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങൾ പറയരുത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മേൽ, അള്ളാഹുവിൻ്റെ മേൽ കള്ളത്തിനെ നിർമ്മിച്ച് പറയലാകുന്നു. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. തീർച്ചയായും അള്ളാഹുവിൻ്റെ മേൽ കള്ളം നിർമ്മിച്ച് പറയുന്നവർ വിജയിക്കുകയില്ല. വേറെ ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ പറഞ്ഞു, കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതെല്ലാം വേറെ ആളുടെ പറയാൻ, വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ നിന്നാൽ, നമുക്ക് ലഭ്യമാകുന്നതൊക്കെ മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ നിന്നാൽ ആ ഷെയർ ചെയ്യുന്ന പ്രവൃത്തി തന്നെ, അങ്ങനെ ചെയ്യലും പറയലൊക്കെ തന്നെ ഒരാൾ കള്ളം പറയുന്നവനാണ് എന്നുള്ളതിന് മതിയായതാകുന്നു എന്ന് പ്രവാചകന്റെ ഹദീസ് കാണാൻ കഴിയും. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും മദീനത്തിലുമുള്ള വിശ്വാസം, ദൃഢമൂലമായ വിശ്വാസമുള്ള യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവൻ നല്ലത് പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ. ഇനി നല്ലത് പറയാനൊന്നുമില്ലെങ്കിൽ നിശബ്ദത പാലിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ നല്ലതല്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന കദീബൻ അലയ്യ ലൈസ കദീബിൻ അലാ അഹദിൻ. നിങ്ങൾ എൻ്റെ മേൽ പറയുന്ന കള്ളമുണ്ടല്ലോ, എൻ്റെ മേൽ ആരെങ്കിലും കള്ളം പറഞ്ഞാൽ ആ കള്ളം പറയുന്ന പ്രവൃത്തി സാധാരണ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. മൻ കദബ അലയ്യ മുതഅമ്മിദ. ആരെങ്കിലും മനഃപൂർവ്വം എൻ്റെ മേൽ കള്ളം പറഞ്ഞാൽ ഫൽ യതബവ്വ മഖഅദഹു മിനൻ നാർ. അവൻ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഹദീസ് നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ, നിങ്ങൾ ഒരാളുടെ മേൽ കള്ളം പറയുന്നത് പോലെ നിസ്സാരമായിട്ട് ലാഘവത്തോടു കൂടി എൻ്റെ മേൽ കള്ളം പറയാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് ഇമാം ഖാദി റഹ്മത്തുള്ളാഹി പറയുന്നത്. ദീനിൻ്റെ മേൽ കള്ളം പറയുക എന്നുള്ളത് മൊത്തത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൽ വിലക്കപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രവാചകൻ്റെ മേൽ കള്ളം പറയലാകുമ്പോൾ അത് അതീവ ഗുരുതരമുള്ള വിഷയമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കരുത്, അങ്ങനെ കള്ളം പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആരെങ്കിലും എൻ്റെ മേൽ മനഃപൂർവ്വമായി കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിലുള്ള ഇരിപ്പിടം പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന എൻ്റെയും നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് വരുന്ന മെസ്സേജുകൾ ആദ്യം അത് നാം ഉറപ്പുവരുത്തുക, സത്യസന്ധമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. 2, സത്യസന്ധമാണെങ്കിൽ തന്നെയും അതിപ്പോൾ ഷെയർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക. 3, ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ തന്നെയും അതെല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കുക. 4, ചില കാര്യങ്ങൾ നാം ഷെയർ ചെയ്തില്ല എങ്കിലും മറ്റുള്ളവരിലേക്ക് അത് എത്താൻ സാധ്യതയുണ്ട്. അത് ഷെയർ ചെയ്യപ്പെടേണ്ടുന്ന കാര്യമാണെങ്കിലും നാം ഷെയർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നവർ അങ്ങനെയുള്ളവരിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എങ്കിൽ ഒരല്പം സാവകാശം കാണിക്കുക. 5, അനുവാദമില്ലാതെ നമ്മൾ ആർക്കും മെസ്സേജുകൾ അയക്കാതിരിക്കുക. 6, നമ്മൾ അനുവാദമില്ലാതെ ഒരാളെയും ഗ്രൂപ്പുകളിലേക്ക് അതുപോലുള്ള സംവിധാനങ്ങളിലേക്ക് ആഡ് ചെയ്യാതിരിക്കുക, പെർമിഷനോടുകൂടി ആഡ് ചെയ്യുക. 7-ാമത്തെ കാര്യം, നമ്മൾ സോഷ്യൽ മീഡിയ ചിലവഴിക്കുന്ന സമയങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാകണം, അത് തിന്മയ്ക്ക് വേണ്ടിയാകാൻ പാടില്ല. 8, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചുമത്തപ്പെടുന്ന പ്രവാചകൻ്റെ പേരിൽ ചേർത്ത് പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ അതിനെ കാണുകയും അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും അറിവുള്ള, അതിന് മറുപടി പറയാൻ കഴിയുന്ന, അത് നിവാരണം നടത്താൻ കഴിയുന്ന പണ്ഡിത സമൂഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായും അതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ വിശ്വസിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വരാൻ പോകുന്നത് വലിയ അപകടമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഷെയറിംഗ് നാം ചില തിരുത്തലുകൾക്ക് വിധേയമായേ പറ്റുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.